ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ഒരു യാത്രാ വീഡിയോ ആണ് കേട്ടോ. അതായത് ബീച്ചിലേക്കുള്ള യാത്ര. അപ്പോൾ ഇഷ്മോൾക്ക് ചെറിയ കുട്ടിയായപ്പോൾ ഇഷ്മോളെയും കൊണ്ട് വന്നിരുന്നു. അന്നൊന്നും അവൾക്ക് ബീച്ചിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് 2-3 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും ബീച്ചിനെ ഒരു രസം അവൾ ആസ്വദിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ അവൾക്ക് ഒരു ബുദ്ധി വെക്കുന്ന ആ ഒരു ടൈമിലാണ് അവൾക്ക് ബീച്ചിനെ പറ്റി എന്താണെന്നും അവിടെയുള്ള രസങ്ങൾ പറഞ്ഞു. അതിന് ശേഷം ഇഷ്മോളോട് എപ്പോൾ എവിടേക്കാണ് പോകേണ്ടത് ചോദിച്ചാലും ഒന്ന് ബീച്ച്, അടുത്തത് പാർക്ക്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്മോൾക്ക് ബീച്ച് കണ്ട് ആസ്വദിച്ചാൽ പോരാ കേട്ടോ. പിന്നെ ബീച്ചിൻ്റെ കടൽ വെള്ളം തൊട്ട് ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ. അങ്ങനെ ഹസ്ബൻഡിനെ വലിച്ചു കൊണ്ടുപോവാണ്. ഞങ്ങളൊരു ഈവനിങ്ങിലൊക്കെ ആയിട്ടാണ് കേട്ടോ അവിടെ എത്തിയത്. ചിലപ്പോൾ ഞങ്ങൾ ഒരു 3 മണി ആ ടൈമിലൊക്കെ എത്താറുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഈവനിങ് ആയിപ്പോയി. അങ്ങനെ ഹസ്ബൻഡ് അവളിങ്ങനെ കടലിലേക്ക് ഇറങ്ങി. ഇഷ്മോൾക്ക് ഡ്രസ്സ് വേറെ എക്സ്ട്രാ കരുതിയിരുന്നു. കാരണം ലോങ് പോകുന്നുണ്ട് തന്നെ അവൾക്ക് വണ്ടിയിൽ അങ്ങനെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഹസ്ബൻഡിന് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ എടുക്കാറുണ്ട്. ഇപ്രാവശ്യം എടുത്തില്ല കേട്ടോ. ഇത് ഇഷ്മോൾ റീൽസിക്ക് വേണ്ടി ഡാൻസ് കളിക്കണം. അപ്പോൾ അവൾ സ്കൂളിലെ പ്രോഗ്രാമിൻ്റെ ആ ഡാൻസ് തന്നെ അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കടലിൽ തിരമാല വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്കൊരു പരിപാടിയുണ്ട്. ഞാൻ കടലിൽ ഇറങ്ങുന്നില്ല. ഞാൻ അവിടെ ഒരു കരയിലൊരു മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും. ഓർ രണ്ടാളും തൊട്ടുകളിയായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ അവിടെ ഇരുന്നിടത്ത് നിന്ന് എണീച്ചില്ല. അങ്ങനെ അവരെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ എനിക്ക് മടിയാണ്. എന്നിട്ട് ഇവർ രണ്ടാളും ഇങ്ങനെ പറയും, ഉമ്മച്ചീനെയും കൊണ്ട് വെറുതെ പോവാണ്, അവിടെ ഇങ്ങനെ ഇരിക്കും, അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും. അങ്ങനെ തന്നെയാണ്, സത്യം തന്നെയാണ്. അങ്ങനെ അവർ തൊട്ട് കളിക്കും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഇവരെ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ കൂടാറുണ്ട്. കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവർക്ക് പരിചയക്കുറവ് ഉണ്ടാവില്ല കേട്ടോ. ആരാ എവിടെ ഉള്ളത് അവരോട് ഇങ്ങോട്ട് മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോലും ഉണ്ട്. ഇത് ഇഷ്മോൾ അവിടെ എഴുതിയതാണ് കേട്ടോ. കടലാണ് നമ്മുടെ സന്തോഷം എന്ന്. അപ്പോൾ അവൾക്ക് അത്ര സന്തോഷമായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അവളെ ഉള്ളിലുള്ളത് വന്നതാണല്ലോ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ അവളെങ്ങനെ എന്താണോ പറയണത് അതിനനുസരിച്ചൊക്കെ കേട്ടോ ഹസ്ബൻഡും ചെയ്യാറ്. അപ്പോൾ അവൾക്ക് ദൂരത്തേക്ക് പോകണം. പിന്നെ അങ്ങനെ അവൾ പറയുമ്പോൾ പോയിക്കൊണ്ടിരിക്കും. അതൊരു അപകടമാണ്. എല്ലായിടത്തേക്കും കൊണ്ടുപോകും. ഓക്കെ, എക്സാം കഴിഞ്ഞാൽ മൈൻഡൊന്ന് റീഫ്രഷ് ആവാൻ അങ്ങനെയൊക്കെ. കാരണം കുട്ടികൾ പറയുമ്പോൾ തന്നെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് അവൾക്കൊരു വാശിയിലേക്കൊക്കെ പെടുത്തില്ല. അങ്ങനെയൊന്നും ഇതാക്കില്ല. എന്നാൽ എല്ലായിടത്തേക്കും കൊണ്ടുപോവുകയും ചെയ്യും, എല്ലാതും കാണിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഹസ്ബൻഡും അവളായിട്ടുള്ള ഒരു ബോണ്ടിങ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഫോൺ എടുക്ക് ചോദിക്കും. അപ്പോൾ അത് ഇങ്ങനെ എടുത്താൽ മതി അങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറയുന്നു കേട്ടോ. ഇഷ്മോക്ക് ഉണ്ടല്ലോ കടലിൽ നിന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യും. അവൾക്ക് ഇനി എത്ര നനഞ്ഞോ എത്ര ഇതായൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ പോയാണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് എത്തിയത്. അവിടെ വരെ എത്തിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇഷ്മോൾ പോവല്ലേ പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ഇത് പിന്നെ ഞങ്ങൾ ഒന്ന് വീഡിയോ എടുക്കല്ലേ. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ എനിക്ക് വീഡിയോയും ഫോട്ടോസൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അപ്പം അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് എത്തിയുണ്ടല്ലോ ഇഷ്മോളെ വിളിച്ചാലും പോരൂല. കുറേ ടൈം വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോവാറ്. പിന്നെ അതിന് ശേഷം നൈറ്റിൽ അവർ കണ്ടെത്തിയൊരു കളിയത് ഇത് അവിടെ തന്നെ തറയിലിങ്ങനെ വരച്ചതുണ്ടല്ലോ. കുറേ സമയം അവിടെ ഇങ്ങനെ കടലും കണ്ടിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതിന് ശേഷം തുടങ്ങും ഓരോരോ പണികളായിട്ടായിരിക്കും കേട്ടോ. ഇതങ്ങോട്ടൊന്ന് പോവുക, ഇതിങ്ങോട്ടൊന്ന് വരിക, അങ്ങനെയൊക്കെ ആയിട്ട് അവർ രണ്ടുപേരും തമ്മിൽ ഓരോരോ കളികൾ കണ്ടുപിടിച്ച്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കും, അങ്ങോട്ടൊന്ന് നോക്കും ഇങ്ങോട്ടൊന്ന് നോക്കും. പിന്നെ അതിന് ശേഷം ഇഷ്മോൾക്ക് ഇവിടെ കയറി നിൽക്കേണ്ടത് തോണിയാണ്. ഓരോരോ കഥകൾ ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുക്കുകയും ഇത് പണ്ടുള്ളത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയട്ടോ. ഇഷ്മോൾ ചിലപ്പോൾ അത് വിശ്വസിച്ച് പോകും. തമാശയെ പറയണം കേട്ടോ, ചിലപ്പോൾ നല്ല കാര്യത്തിൽ തന്നെ പറയും. അപ്പോൾ അവൾക്കൊരു ഫോട്ടോ വേണം വീഡിയോ വേണം പറഞ്ഞിട്ട് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. ഇത് പിന്നെ അവിടേക്ക് ഓരോരോ ഐറ്റംസ് വിൽക്കലാണല്ലോ. കുട്ടികൾ മുതൽ അവിടെ ഓരോരോ ഐറ്റംസായിട്ട് ഇങ്ങനെ ഇത് കണ്ടില്ല, ഒരു കുഞ്ഞു ബേബി ഞങ്ങളടുത്ത് വന്നുകൊണ്ട് ഇഷ്മോളെ പ്രായത്തിൽ ഇത് വേണം. പിന്നെ ഞാൻ അവർക്ക് സാധനമൊന്നും വാങ്ങിയിട്ടില്ല. ആ കുഞ്ഞു ബേബിക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര പാവം തോന്നിപ്പോയി. കാരണം നമ്മളെ മക്കളെ പോലെ അവർക്കും ഉണ്ടാവില്ല കളിച്ച് നടക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹം. പക്ഷേ അവരതിപ്പോൾ ക്യാഷിന് വേണ്ടിയിട്ടും ഇതൊക്കെ ആയിട്ട് എന്താ അറിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതങ്ങനെ എടുക്കാനൊന്നും അവർ വീഡിയോ എടുക്കാനൊന്നും പാടില്ല. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ച് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. അത്
കുറേ കാലമായി അത് അത് കഴിക്കണ വീഡിയോയിലൊക്കെ കാണുമ്പോൾ. ഇത് പിന്നെ ഞങ്ങൾ അടുത്ത ഐറ്റം എന്താണ് കൂന്തൽ നിറവ് കഴിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ ഇഷ്മോൾക്ക് ഇതിൻ്റെ കളർ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ അവൾ കല്ലുമ്മക്കായ വാങ്ങിച്ച്. പക്ഷേ പിന്നെ എൻ്റെ കണ്ടപ്പോൾ അവൾക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂന്തൽ നിറവ്. പക്ഷേ ആ ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് ടേസ്റ്റ് ആയി തന്നില്ല. അത് ഞങ്ങൾ വാനില എടുത്തിന്. പിന്നെ അതിന് ശേഷം ഇഷ്മോൾക്ക് കുറേ ദിവസമായി പറയണ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി വേണമെന്ന്. അപ്പോൾ അവിടെ ഒരു ബുക്ക് വിൽപ്പനക്കാരൻ വന്നിരുന്നു. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. 250 രൂപ അങ്ങനെ കണ്ടോണ് ചാർജ് വരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് അവൾക്ക് വായിച്ചു കൊടുക്കുകയെന്ന്. സന്തോഷം. അവിടെ എനിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകാൻ ഞങ്ങളുടെ മൂർത്തി എന്ന പൂച്ചയുണ്ടായിരുന്നു. 7 മണി കഴിഞ്ഞു. ഞാൻ മമ്മിയുടെയും ഡാഡിയുടെയും അടുത്തേക്ക് പോയി. പിന്നെ എനിക്ക് പിറന്നാൾ സമ്മാനങ്ങൾ അയച്ചു നോക്കുന്നതിനായി ഇരുപ്പ് മുറിയിലേക്കും. അവിടെ എൻ്റെ പ്രിയപ്പെട്ട ഡയറി ഉണ്ടായിരുന്നു. ഡയറി നീ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ സമ്മാനങ്ങളിൽ ഏറ്റവും മനോഹരമായത് മേശപ്പുറത്ത് ഒരു കുല പനിനീർ പൂക്കൾ, ഒരു പറ്റം പിയോണച്ചെടി. അടുത്ത ഐറ്റം ഇങ്ങനെ ഒന്നും കേട്ടോ. ഞങ്ങൾ പിറകിൽ നിന്ന് ഇങ്ങനെ കുറേ ആൾക്കാർ ചിരിക്കണം ഇതൊക്കെ കേട്ട്. അപ്പോൾ എന്താ സംഭവം കരുതി ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. ഇതിൽ നമ്മൾ എന്താണ് അവരൊരു കണ്ണട മാതിരി അങ്ങനെ നമ്മൾ ബൈനോക്കുലർ മാതിരി ഒരു സാധനം നമ്മൾ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ആയിട്ട് ഘടിപ്പിക്കും. പിന്നെ അതിൽ ഓരോ വീഡിയോസ് ഇങ്ങനെ മറിയാം. നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് അത് ഇവരോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ അതിലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മാതിരിയാണ് കേട്ടോ. നമ്മൾ ആ റിയലായിട്ട് തോന്നും, നമ്മളാണ് അതിലുള്ളത് എന്നൊക്കെ തോന്നും. അങ്ങനെ അവരത് കഴിഞ്ഞ് വേറൊരാൾ എന്താണ് കയറിയതാണ് കേട്ടോ. ഇത് ചെക്കന്മാർക്ക് നല്ല വൈബാണ്. കാരണം ഓരോ കൂടെ ഉള്ളവർ ഓരോന്ന് പറയാനും ചിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഏത് ഐറ്റാണോ എടുക്കുന്നത്, ഏത് വീഡിയോസാണോ എടുക്കുന്നത് അതിൽ നമ്മളൊരു താരമാവും. കാരണം നമ്മളതിൽ റിയൽ വ്യക്തിയാവും. അപ്പോൾ അവരോടായിട്ടുള്ള ഫൈറ്റാണെങ്കിൽ ഫൈറ്റ് ഉണ്ടാവും നമ്മളൊരായിട്ട്. പിന്നെ എന്ത് ഐറ്റംസാണെന്നൊന്നും നമ്മൾ ശരിക്കും കണ്ടില്ല. പക്ഷെ ഇവർ ഓരോന്ന് കാട്ടിന് കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നിട്ടോ. ഫൈറ്റിൻ്റെ അങ്ങനെ ട്രെയിനിൽ പോകണം അങ്ങനെ കണ്ടൊക്കെ ആയിട്ടാണ്. കാരണം ഇതിന് മുമ്പ് ഒരു കുട്ടി ഇതാക്കിയിരുന്നു. അപ്പോൾ അവന് കഴിഞ്ഞ പാടം അങ്ങോട്ട് ഓടിയിട്ട്, കാരണം അമ്മാതിരി കാട്ടലായിരുന്നു കേട്ടോ അവൻ കാട്ടുന്നത്. ഇത് ഇവൻ്റെ കൂടെയുള്ള ചെക്കന്മാരൊക്കെ അങ്ങനെ ചിരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ ചിരി വരുന്നുണ്ട് കണ്ടില്ലേ. ഓരോന്ന് കാട്ടിന് ഓരോരോ കൂകിവിളിയുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിരിച്ചങ്ങോട്ട് എന്നോട് ഹസ്ബൻഡ് കുറേ പറഞ്ഞിരുന്നു ഈ ആക്കിക്കോന്നൊക്കെ. പക്ഷേ എനിക്ക് ഒരു എന്തോ ഒരു മടി തോന്നി. അടുത്ത ഐറ്റം നമുക്ക് 8ൻ്റെ പണി കിട്ടിയതാണ്. കാരണം വണ്ടിയുടെ ടയർ പഞ്ചറായി. ഞങ്ങൾ എന്താണ് വീട്ടിൽ നിന്ന് കുറച്ച് പോയ അപ്പോൾ തന്നെ വണ്ടിക്കൊരു സൗണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ചെക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താണ് മുക്കം പോയി, അവിടുന്ന് റഹ്മത്ത് ഹോട്ടലിൽ പോയി, അതിന് ശേഷം ബീച്ചിൽ പോയി ഒക്കെ കഴിഞ്ഞിങ്ങനെ പോരുന്ന വഴി വെച്ചാണ് കേട്ടോ. 11 മണിയാവണ ആ ടൈമിൽ വെച്ചാണ്ടാണ് വണ്ടി ഒരു സൗണ്ടിൽ അങ്ങോട്ട് ഇതായിട്ട് ഇട്ടായിരുന്നു. തലനാരേക്ക് രക്ഷപ്പെട്ടു അറിയില്ല, അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടതാണ് കേട്ടോ. അങ്ങോട്ട് പിന്നെ ഹസ്ബൻഡ് സ്റ്റെപ്പിനൊക്കെ ഉണ്ട്. പക്ഷേ ഹസ്ബൻഡിന് ഒറ്റയ്ക്കാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ അറിയില്ലല്ലോ. അങ്ങനെ അവിടെ കുറേ ആൾക്കാരിങ്ങനെ കയ്യാട്ടിയൊക്കെ വിളിച്ചു. അതിൽ ഒരു ഓട്ടോ ചേട്ടൻ വന്ന് കണ്ടാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കണം. നല്ലൊരു പാവം ചേട്ടന്, താങ്ക് യു. കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ചേട്ടന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം കുടുങ്ങുന്ന ടൈമിൽ പിന്നെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അതിലായിട്ടാണ് കേട്ടോ പിന്നെ വണ്ടി അവിടെ നിന്നതും. അപ്പോൾ ഹസ്ബൻഡ് പോയപ്പോഴിങ്ങനെ പറയുന്നുണ്ട് എന്താ, പക്ഷെ എന്തിട്ട് കണ്ടതുമില്ല. പെട്ടെന്ന് അങ്ങോട്ട് നല്ലോണം സൗണ്ട്. ഞങ്ങൾക്ക് പേടിച്ച് പിന്നെ എന്താ ചെയ്യേണ്ടി എന്താ കാട്ടേണ്ടി അതും അറിയില്ലേ. കാരണം അത്രക്ക് നൈറ്റും അല്ലേ. അപ്പോൾ അതാണ്, ആൾക്കാരെ കിട്ടുമോയെന്നും അറിയില്ല, വർക്ക് ഷോപ്പ് എവിടെയാണെന്നോ അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഒരു സഹായത്തിന് വേണ്ട. അപ്പോൾ ഈ ഓട്ടോ ചേട്ടനാണ് കേട്ടോ
സഹായിക്കാൻ വന്നത് നല്ലൊരു ചേട്ടന്. പിന്നെ അവർക്ക് പോകാൻ ടൈമിൽ ക്യാഷൊക്കെ കൊടുത്തപ്പോൾ പക്ഷേ ഏട്ടൻ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോഴാണ് വയറിന്ന് അങ്ങനെ ഒരു വിളി വരുന്നത്. കാരണം നല്ല വിശപ്പിൻ്റെ തീനാളം ഇങ്ങനെ കരിഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇഷ്മോൾ ആകെ പേടിച്ച് ബേജാറായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ട ഒരു കിസ് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ 11:36 കേട്ടോ ടൈം. അപ്പോഴും ആ ഹോട്ടലിൽ എന്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്കൊന്നും ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. കാരണം എല്ലായിടത്തും ഫുള്ളായിരുന്നു. പിന്നെ ആരോ ഫുഡ് കഴിച്ച് അതിൻ്റെ ആ സീറ്റിൽ ഞങ്ങൾ ക്ലീൻ ആക്കുന്നതിന് മുമ്പ് തന്നെ ചാടി കയറി ഇരുന്നതാണ് കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനും തന്നെ. കാരണം നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഓരോരോ പിന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉള്ളിൽ തന്നെ ആയിട്ട് ഇതും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറാട്ടയും ബട്ടർ ചിക്കനായിരുന്നു കേട്ടോ. പിന്നെ വല്ലാതെ അങ്ങോട്ട് വിശക്കുന്നുണ്ടോ ചോദിച്ചാൽ വിശക്കുന്നു, എന്നാൽ വല്ലാതെ അങ്ങോട്ട് വേണോ ചോദിച്ചാൽ വേണ്ടണം, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഇരുന്നത്. പിന്നെ ഞാനൊക്കെ കണ്ടില്ലേ വിശപ്പിൻ്റെ തീനാളം വന്ന് ഇഷ്മോൾക്കാണെങ്കിൽ ഒക്കെ പാടെ കേട്ടിട്ട് ആകെ ഒരു അന്തം വിട്ട കോലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പോന്നു കേട്ടോ. വീഡിയോ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ കാഴ്ചയാണ് കേട്ടോ ഇത്. ഇഷ്മോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉറങ്ങി തമരും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.